ഹലോ ഹായ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കേരള പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമുക്കിന്നിവിടെ പറയാനുള്ളത്. അപ്പോൾ താഴെയുള്ള ഗണപതി ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷമാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ താഴെ നമുക്കൊരു വഴിപാട് കൗണ്ടറുണ്ട്. അവിടെ നിന്ന് കാവടി, നാളികേരം ഉടയ്ക്കാനുള്ള റെസീറ്റ്, അങ്ങനെ കുറച്ച് വഴിപാട് മാത്രമേ അവിടെ ഉള്ളൂ. എടുത്ത് ഗണപതിയുടെ അടുത്ത് ഒരു നാളികേരം മുടച്ചതിന് ശേഷമാണ് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വരാനുള്ള വഴിയൊക്കെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ തൊട്ടപ്പുറത്ത് തന്നെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുകളിലേക്ക് പാർക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റെപ്പ് കയറാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. വേഗം നമുക്ക് കയറാൻ പറ്റുന്നുണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് സീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ കയറാം. റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മഴയുള്ളപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, സ്റ്റെപ്പിൽ വഴുക്കലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിച്ച് കയറണം. മുകളിലെത്തിക്കഴിഞ്ഞ ഒരു അപാര വ്യൂ ആണ്, കണ്ടില്ലേ? നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഇവിടെ നിന്നാൽ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ തൃശ്ശൂർ പട്ടണത്തിൻ്റെ ഒരുവിധം ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ എത്തിയിട്ട്. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ ആലുണ്ട്, അതിന് തറയൊക്കെ കിട്ടി, അത് നല്ല സൂപ്പറാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മൾ അതിരാവിലെ പോയതുകൊണ്ട് സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് തിരക്കും കുറവായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള വഴിപാടുകളുള്ളതൊക്കെ ഇതൊക്കെ എടുക്കുന്നത്. ഇവിടെ പായസം, തട്ടം, അങ്ങനെ കുറേ വഴിപാടുകൾ ഇവിടെ ഉണ്ട്. നമ്മളൊരു തട്ടുമാണ് കേട്ടോ എടുത്തത്. പായസമൊക്കെ ടൈമുണ്ട് കിട്ടാൻ പായസത്തിന്. അങ്ങനെ തട്ടത്തിനുള്ള ഒരു റെസീറ്റൊക്കെ എടുത്ത് അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് തട്ടം കിട്ടാനുള്ള അവിടെ ഇങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ട്. നമുക്ക് നമ്മളിൽ നിന്ന് റെസീറ്റ് വാങ്ങിച്ചിട്ട് നമ്മളെടുത്ത വഴിപാട് എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് തരും. അപ്പോൾ നമുക്കൊരു തട്ടമൊക്കെ എടുത്ത് തന്ന് ഈ തട്ടവും കൊണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ താഴേന്ന് കാവടി എടുത്തുകൊണ്ട് വന്നാലും അമ്പലത്തിൻ്റെ ഉള്ളിലേക്കാണ് കാവടി സമർപ്പിക്കേണ്ടത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുതു. പിന്നെ ദേവിയും ഗണപതിയും ഉണ്ട് സൈഡിലായിട്ട്. പിന്നെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ല. അത് പുറത്തേക്ക് ഇറങ്ങി സൈഡിൽ കൂടെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവിടെ തന്നെ നമുക്ക് നാഗത്വങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. അവിടെ ഒരു ചേച്ചി നാവൂറ് പാടാനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നാവൂറൊക്കെ പാടിച്ചു. അവിടെ നിന്ന് നമ്മൾ അമ്പലത്തെ പ്രദക്ഷിണം ചെയ്തു വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ അയ്യപ്പസ്വാമിയാണ് ഇരിക്കുന്നത്. അവിടെ എള്ളുതിരി അങ്ങനെയുള്ള അയ്യപ്പസ്വാമിക്ക് ചെയ്യുന്ന എല്ലാ വഴിപാടുകളും ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ അയ്യപ്പസ്വാമിയുടെ അവിടേക്ക് ഒന്ന് തൊഴുതു. അപ്പോൾ അതോടുകൂടി അമ്പലത്തിൽ തൊഴേണ്ട ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളത് പ്രദക്ഷിണം പൂർണ്ണമാവുകയാണ്, ഫ്രണ്ടിലേക്ക് വരികയാണ്. അപ്പോഴേക്കും അവിടെ തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഊട്ടുപുര വരുന്നത് സൈഡിലായിട്ട്. അവിടെയാണ് മുകളിലേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത്. കാലിന് വയ്യാത്തവർ, അങ്ങനെ കയറാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ നേരിട്ട് മുകളിൽ വന്ന് ഭഗവാനെ തൊഴുതു പോകാനുള്ള സൗകര്യമാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് സുവോളജിക്കൽ പാർക്കൊക്കെ വരുന്നത്, അങ്ങ് ദൂരേട്ടാ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ വെറുതെ സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ താഴത്തേക്ക് ഇറങ്ങുന്ന സൈഡിലായിട്ട് നമുക്ക് ഒരു മുണ്ടനപ്പുര കാണാം. മുണ്ടനപ്പുരയുടെ സൈഡിലായിട്ട് നമുക്കുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവർ. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മുടെ മുടി മുണ്ടനം ചെയ്യുന്ന പുരയുള്ളത്. അവിടെ നമുക്ക് മുടി മുണ്ടനം ചെയ്യാനും പിന്നീട് കുളിച്ച് വരാനുള്ള സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറിയില്ല. അപ്പോൾ കേരള പഴനി എന്നറിയുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ പഴനി പോയി മുടി മുറിച്ചിരുന്നതല്ലേ മുമ്പ്. അപ്പോൾ എല്ലാവരും ഇവിടെയാണ് പഴനി എന്ന് പറഞ്ഞ് മുടി മുറിക്കാൻ വരുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു സ്റ്റേജ് പോലെ അവിടെ സൈഡിലുണ്ട്. അവിടെ എന്തോ പരിപാടിയൊന്നും നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിന് നേരെയായിട്ടൊരു ആലുണ്ട്. എല്ലാവരും തൊഴുതിറങ്ങി വന്ന് അതിൻ്റെ ചോട്ടിലൊക്കെ ഒന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് മിക്കവരും പോകുന്നത്. ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ അധികം തിരക്കില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ പോരാറായപ്പോഴേക്കും നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിരാവിലെയാണ് പോയത്.
ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളവിടെ എത്തി. അധികം ബുദ്ധിമുട്ടില്ലാണ്ട് കയറാൻ പറ്റി. വെയിലുദിക്കുന്നതിന് മുമ്പായതുകൊണ്ട്. വെയിലുദിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇറങ്ങിയപ്പോൾ കുറച്ച് വെയിലുണ്ടായതിൻ്റെ കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.